ഇല്ലയോ എന്നല്ല, ആ ചിരിയിലെന്തോ ഒളിച്ചു കിടപ്പില്ലേ. ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ. അപ്പൊ പേഴ്സണലായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയോ? എന്റെ ചേച്ചി എന്റെ മാനേജർ കരീഷ്മ. അപ്പൊ ഇനി വേറെ ആരും ഹോപ്പ് വെച്ചിട്ട് കാര്യമില്ല. DM മെസ്സേജ് വെച്ചിട്ട് ഒരു കാര്യമില്ല. ജോലി പറഞ്ഞ ഫിയാൻസിയുടെ ഉമ്മയും വാപ്പ അയാളെ വെട്ടിക്കൊല്ലും. മറ്റെന്തോ കേട്ടോ, ഉമ്മയും വാപ്പയും മുസ്ലിമാണ് ഉറപ്പിച്ചേക്കുന്നത്. എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ. കണ്ടോ, ഇപ്പൊ ഈ പാട്ടൊക്കെ ഇതാണ്. ഏതോ ഒരു ആളുമായിട്ട് റിലേഷൻ ആണ്, ഉടനെ കല്യാണം ഉണ്ടാവും. അത് ഈ ആൾക്കാര് പറയുന്നതല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. എന്തായാലും അങ്ങനെ ഒരു അദൃശ്യ കാമുകൻ ഉണ്ടെങ്കിൽ അവിടെ അദൃശ്യമായിട്ട് ഇരിക്കട്ടെ. ഉണ്ടോ ഇല്ലയോ എന്നല്ല, ആ ചിരിയിലെന്തോ ഒളിച്ചു കിടപ്പില്ലേ. ഉണ്ടെങ്കിൽ അവിടെ അദൃശ്യനായിട്ട് ഇരിക്കട്ടെ. അതപ്പോ എന്നായിരിക്കും റിവീൽ ചെയ്യാൻ പോകുന്നത്? നമ്മളൊരു 2 വർഷം സമയം തരാം. 2 വർഷം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെ ഇരിക്കുന്നതാണ്. ചിലപ്പം മറ്റേ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. ഇപ്പൊ റിവീൽ ചെയ്യാൻ അപ്പൊ താല്പര്യമില്ലേ? ഇല്ല, ഒരു താല്പര്യമില്ല. ഇല്ലില്ല, താല്പര്യമില്ല. ഇല്ല. ആളുടെ ശബ്ദം പോലും ഒന്ന് കേൾപ്പിക്കാനുള്ള ഒരു ആൾക്ക് സൗണ്ട് ഇല്ലാത്ത ആളാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ കോൺവെർസേഷൻ ഞങ്ങൾ ചാറ്റ് ചെയ്യുവാണ്. ആൾക്കാർക്ക് ഇങ്ങനെ തോര വന്നിട്ടിരിക്കും. തോര വരെ രേണുസുധിര കാമുകൻ ആരാണ്? സൗണ്ട് എങ്കിലും കേട്ടാല് അവർക്ക് ഒരു സമാധാനം. ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ. ഫസ്റ്റ് എന്റെ അടുത്ത് തന്നെ പറയണം കേട്ടോ ഇങ്ങനെ വന്നിട്ട്. തീർച്ചയായിട്ടും ആമിനയോട് മാത്രം. ഞാൻ മെയിൻ സ്ട്രീം വണ്ണിനെ ആളെ ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്തി തരത്തുള്ളൂ. ഞാൻ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ വരെ തരാം ആളുടെ. ഓക്കെ, ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ രേണുസുധിര കാമുകൻ. അപ്പൊ പേഴ്സണലായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയോ? എന്തോന്ന് കാമുകൻ? അങ്ങനെയല്ല, ഇപ്പൊ നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, എനിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ക്ലോസ് ആയിട്ടുള്ള 1-2 പേര് നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. എന്തായാലും എന്റെ ഫാമിലി, എന്റെ ചേച്ചി എന്റെ മാനേജർ കരീഷ്മ, അവളാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അവർക്കറിയാം. എന്തോന്ന്? കണ്ടോ സത്യങ്ങൾ പുറത്തുനിന്ന് കണ്ടോ? അല്ല, അവൾക്ക് എന്നെ അറിയാന്ന് ഞാൻ പറഞ്ഞ, അല്ലാതെ ഇതറിയാമെന്നല്ല പറഞ്ഞത്. എല്ലാം അറിയാം അവർക്ക്. അപ്പൊ എല്ലാം അറിയാവുന്നതിൽ എന്തോ ഉണ്ട്. നാണം കണ്ടാൽ അറിയാം. മതിലും പുറത്തിരിക്കുന്ന തേങ്ങയുടെ അവസ്ഥയാ ജീവിതം. അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം. കുട്ടി ഒരു കാറ്റ് താടാ. ക്ലാരിഫിക്കേഷൻ ഒന്നും ആയിട്ടില്ല. നമ്മള് ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കും എന്താണ് നീക്കങ്ങളെന്ന്. നോക്കാം. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു പ്രളയം ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ പറയാ, അത് അനുരാഗം, അതാണ് ആ പാട്ടാണ്. അപ്പൊ ഇനി വേറെ ആരും ഹോപ്പ് വെച്ചിട്ട് കാര്യമില്ല. DM മെസ്സേജ് വെച്ചിട്ട് ഒരു കാര്യമില്ല. എന്നാലും ഇപ്പൊ മെസ്സേജ് വരാറുണ്ട്. കുഴപ്പമില്ല, ഇടയ്ക്ക് മെസ്സേജ് അയച്ചോ. എങ്ങാനല്ലേ ബിരിയാണി കിട്ടിയാലോ? മറ്റേ അതിനകത്തിരിക്കുന്ന തേങ്ങ പോലെ ആടിക്കൊണ്ടിരിക്കാന്നാ പറയണേ. ഇപ്പൊ ഞാനെന്താ ചോദിക്കാം, ഫിയാൻസിക്ക് എന്താ ജോലി ഇതൊക്കെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ജോലി ഉണ്ടെന്ന് പറയാം. ജോലി പറഞ്ഞ ഫിയാൻസിയുടെ ഉമ്മയും വാപ്പ അയാളെ വെട്ടിക്കൊല്ലും. മറ്റെന്തോ കേട്ടോ, ഉമ്മയും വാപ്പയും മുസ്ലിമാണ് ഉറപ്പിച്ചേക്കുന്നത്. അപ്പൊ ചേച്ചി എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, അല്ലെങ്കിൽ ചേച്ചി ഇപ്പം മറ്റേ ഒലക്കപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാന്ന് പറഞ്ഞു. ഒലക്ക എന്താ തേങ്ങ, ആ തേങ്ങാന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതുപോലെ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ചേച്ചി ഒരു സ്നേഹിക്കുന്ന ഒരു ഇക്കാനെയാണോ, ഉമ്മച്ചിക്കുട്ടി ആവാനുള്ള പ്ലാനാണോ? ഓ, ഞാൻ 2-3 റീൽ ഇട്ടായിരുന്നു. തട്ടമിട്ട് വീഡിയോ ചെയ്യുന്നു. പൊന്നെ, തട്ട വിട്ടോടനെ അത് മുസ്ലിം പയ്യനെ ആവൂ. അറിയാൻ പറ്റും, ചിലപ്പോ ചേഞ്ച് ആർക്കും. എന്നാ ഞാൻ മതം മാറുമെന്ന് പറയല്ലോ ആൾക്കാര്. എന്തുവാണോ എന്റെ പൊന്നെ. എന്നാലും ചെറിയൊരു ക്ലൂ തരാമോ? ഇക്കായാണോ? ക്ലൂ തരാൻ എന്റെ പൈസ ആണോ, അച്ചാച്ചനാണോ? ഇച്ചായൻ, ഇക്ക, ചേട്ടൻ, പിന്നെന്തുവാ, പിന്നെ ഒരു പാകിസ്ഥാനി കൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സായിപ്പ് അറബിയും കൂടെ ആയിക്കോട്ടെ. ഇപ്പൊ എല്ലാം കൂടെ കലർത്തരാം. അതെങ്കിലും ഒന്ന് ക്ലൂ തരാമോ? നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മെയിൻ സ്ട്രീം. ഞാനൊരു സത്യം പറയട്ടെ, അല്ല ഒരു കാര്യം പറയട്ടെ, ഉറപ്പിച്ച് പറയാണ്. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, ജീവനോടുണ്ടെങ്കിൽ, എനിക്കൊരു കാമുകൻ ഉണ്ടെങ്കിൽ, ഈ മെയിൻ സ്ട്രീം വണ്ണിന്റെ മുന്നിൽ മാത്രമേ ഞാനിത് എന്റെ മുന്നിൽ പറയത്തുള്ളൂ. ആമിനയുടെ മുന്നിൽ മാത്രമേ ഞാനിത് ഓപ്പൺ ആക്കത്തുള്ളൂ. ഇപ്പോഴില്ല, സമയമാകട്ടെ. അതിനുവേണ്ടി എത്ര നാള് കാത്തിരിക്കുന്നത്? എത്ര നാള് കാത്തിരുന്നു ഒന്ന് കാണുവാൻ, എത്ര നാള് ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ. കണ്ടോ, ഇപ്പൊ ഈ പാട്ടൊക്കെ ഞാൻ എത്ര നാളെ ഇതിലൂടെ ഏകദേശ കാര്യങ്ങൾ എനിക്ക് ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ